ഫെരാരി കാറുകൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റം ചെയ്യാനോ മോഡിഫിക്കേഷൻ ചെയ്യാനോ നമുക്ക് തന്നെ സാധിക്കില്ല. അതിന്റെ കാരണം എത്ര പേർക്കറിയാം? 1947 എൻസോ ഫെരാരി സ്ഥാപിച്ച ഈ കമ്പനി സ്വന്തം നിയമങ്ങളും കർശനങ്ങളും ഉപയോഗിച്ചാണ് വലിയ ബ്രാൻഡാക്കി മാറ്റിയത്. എല്ലാ കാർ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷെ ഫെരാരിയുടെ കാറുകൾക്ക് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള റൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പൈസ കൊടുത്ത് കാർ വാങ്ങുന്ന സമയത്ത് ആ കാർ എങ്ങനെ ആക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഫെരാരി കാറുകളെ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഫെരാരി ബാൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിലേക്ക് ഒരു വട്ടം പെട്ടുകഴിഞ്ഞാൽ കമ്പനിയിൽ നിന്നോ അതിന്റെ ഡീലർമാരിൽ നിന്നോ ഒരു കാർ പോലും പിന്നീട് വാങ്ങാൻ സാധിക്കില്ല. അതായത് ഫെരാരി കാറുകൾ പിന്നീട് വാങ്ങാൻ സാധിക്കില്ല. 2015 ജസ്റ്റിൻ ബീബർ ഒരു വൈറ്റ് ഫെരാരി 458 ഇറ്റാലിയ കാർ വാങ്ങിയ ജസ്റ്റിൻ ബീബർ ഒരു പാർട്ടിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം കാർ ഒരു ക്ലബിന് മുന്നിൽ പാർക്ക് ചെയ്തു. മാത്രമല്ല അയാൾക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടികൾ നിറം മാറ്റുകയും വണ്ടികൾ നമ്പർ പ്ലേറ്റ് മാറ്റുകയും വണ്ടിക്ക് നിയോൺ ലൈറ്റ് ഘടിപ്പിക്കുകയും ഒപ്പം വീൽസും സൗണ്ട് സിസ്റ്റവും ഒക്കെ മാറ്റി. അതായത് വണ്ടി കിട്ടിയതിൽ നിന്ന് മൊത്തത്തിൽ മാറ്റി അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി മാറ്റി. ഫെരാരി ഇക്കാര്യങ്ങൾ തങ്ങളുടെ ബ്രാൻഡിന് നാണക്കേടാണെന്ന് കരുതി ജസ്റ്റിനെ ബാൻ ചെയ്തു. എന്ന് വെച്ചാൽ ജസ്റ്റിനെ ആ ഒരു ബാൻ ലിസ്റ്റിലേക്ക് ആക്കിയെന്നാണ് അർത്ഥം. പിന്നീട് 2017 ഫിലിപ്പ് ലൈൻ എന്ന ജർമ്മൻ ഫാഷൻ ഡിസൈനർ തന്റെ വസ്ത്രങ്ങൾ വിൽക്കാൻ ഫെരാരി കാറുകൾ ഉപയോഗിച്ചു. തന്റെ ബ്രാൻഡിന്റെ ജീൻസും ഷൂസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാറിന്റെ മുകളിൽ മോഡൽസ് നിൽക്കുന്ന ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു. എന്നാൽ ഇതൊക്കെ ഫെരാരി ബ്രാൻഡിന്റെ ഇമേജ് താഴാൻ കാരണമാകുമെന്ന് ഫെരാരി വിശ്വസിച്ചു. ഫെരാരി അവർക്കെതിരെ നിയമപരമായി നോട്ടീസ് നൽകുകയും പിന്നീട് അവരെയും ഈ ഒരു ബാൻ ലിസ്റ്റിലേക്ക് മാറ്റി. ശേഷം 2020 ഇതേപോലൊരു സംഭവം ഉണ്ടാവുകയാണ്. അത് ഡേവിഡ് ലീ എന്ന വ്യവസായി തന്റെ പഴയ 1965 ഫെരാരി 275 GTB കസ്റ്റം ചെയ്തു. അതായത് നിറം മാറ്റുകയും വീൽസ് പോലെയുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്തി. ആ കാലഘട്ടത്ത് അദ്ദേഹം അയാളുടെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ച കാറായിരുന്നു ഇത്. പക്ഷെ ഫെരാരി അവരുടെ പഴയ മോഡലുകൾ പോലും ആളുകൾ ഇഷ്ടം പോലെ മാറ്റുന്നത് അംഗീകരിച്ചില്ല. അങ്ങനെ എൻസോ ഫെരാരി ഇദ്ദേഹത്തിനെയും ബാൻ ചെയ്തു. ഇവിടെ ഫെരാരിയുടെ നിയമങ്ങൾ ലംഘിച്ചാൽ ആരെയും ബാൻ ചെയ്യാം. ഒരിക്കലും ബാൻ ആയാൽ ഫെരാരിയുടെ പുതിയ മോഡലുകൾ വാങ്ങാൻ കഴിയില്ല. ഫെരാരിയുടെ പരിപാടികളിലും പങ്കെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇന്നും ഈ ഒരു ബാൻ ലിസ്റ്റ് എന്നുള്ള നിയമം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ മുൻപൊക്കെ ബാനായ ആളുകളുടെ ലിസ്റ്റ് ഇവർ പുറത്തു വിടുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ പുറത്തുവിടില്ല. അതായത് ആ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്ക് മാത്രമേ ആരൊക്കെയാണ് ബാൻ ആയത് എന്നുള്ള കാര്യം അറിയൂ. എന്നാൽ മുൻപത്തെ പോലെ കടുപ്പമായിട്ട് എല്ലാ കാറുകൾക്കും ഇത് ബാധകമല്ല. ചില പ്രത്യേക മോഡലുകൾക്കായിരിക്കും കർശനമായിട്ടും ഈ നിയമങ്ങൾ ഉണ്ടാവുക. ഫെരാരി കമ്പനി ഈ ചെയ്യുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കില്ല.